ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ API ഇംപ്ലിമെന്റ് ചെയ്തു ഫ്രണ്ട് എൻഡ് സൈഡിൽ. അതിൽ നമുക്ക് ഡേറ്റ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ റെസ്പോൺസ് ഡേറ്റ നമുക്ക് ഇവിടെ ക്ലയൻറ്റ് സൈഡിൽ, അതായത് ബ്രൗസറിൽ നമുക്ക് ഇതിനെ ഫെച്ച് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ആംഗുലർ പ്രോജക്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് കോമ്പോണന്റ് ഡോട്ട് TS നമ്മളുടെ ഇവിടെയാണ് നമ്മുടെ API. ഓക്കെ, ഈ APIനകത്ത് നമ്മുടെ റെസ്പോൺസിൽ നിന്നാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ആ ഡേറ്റയാണ് നമ്മൾ ഇവിടെ ഒരു വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ, അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് എനി എന്ന് പറഞ്ഞ ടൈപ്പ് ആയിരിക്കും കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് empty array ആണ്. ഓക്കെ, ഇനിഷ്യൽ വാല്യൂ നമ്മൾ empty array ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് ഈ APIക്കകത്ത് വിളിക്കുമ്പോൾ ഈ റെസ്പോൺസിനെ പിടിച്ച് നമുക്ക് ഈ യൂസേഴ്സിനകത്തോട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദിസ് ഡോട്ട് യൂസേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ റെസ്പോൺസ് ഇവിടെ സെറ്റ് ചെയ്യും. അതായത് ഈ ഒരു റെസ്പോൺസിന്റെ വാല്യൂ നമ്മളിവിടെ യൂസേഴ്സിനെ സെറ്റ് ചെയ്യും. ഇവിടെ ദിസ് കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിനകത്തുള്ള വേരിയബിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നതാണ് ദിസ് എന്ന് പറയുന്നത്, അതിന്റെ ഡോട്ട് യൂസേഴ്സ്, അതായത് വേരിയബിൾ എന്താണോ അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ യൂസേഴ്സ്, ദിസ് ഡോട്ട് യൂസേഴ്സ് എന്ന് പറയുന്നത് റെസ്പോൺസ് ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് HTML-നകത്തോട്ട് വരണം. നമുക്ക് യൂസേഴ്സിന്റെ അറേ ലിസ്റ്റ് കിട്ടി. ഇനി ആ ലിസ്റ്റ് നമുക്കിവിടെ ലൂപ്പ് ചെയ്ത് നമുക്കിവിടെ കാണിക്കണം. ഓക്കെ, അപ്പോൾ HTML-നകത്ത് നമ്മളിവിടെ UL + LI, ഓക്കെ, UL > LI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിനകത്ത് നമുക്കിവിടെ ലൂപ്പ് ചെയ്യണം. അപ്പോൾ ലൂപ്പ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ആംഗുലറിൽ മുന്നത്തെ വർഷം, അതായത് ആംഗുലർ 17 മുന്നേ നമ്മളിവിടെ കൊടുക്കുന്നത് *ng4 = നമ്മളിവിടെ ലെറ്റ് യൂസർ ഓഫ് യൂസേഴ്സ്. ഓക്കെ, യൂസേഴ്സ് എന്ന് പറയുന്നത് അറേ ആണ്. ആ അറേയുടെ ഓരോ എലമെന്റ് എന്ന് പറയുന്നത് അതിന്റെ യൂസർ എന്നാണ് പറയുന്നത്. ഓക്കെ, യൂസർ എന്ന് പറയുന്നത് ഈ യൂസേഴ്സിന്റെ അറേയുടെ ഓരോ എലമെന്റിനാണ് ഇത് എടുക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു എറർ കാണിക്കുന്നത്, അതായത് *ng4ന്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ng4 എന്ന് പറഞ്ഞൊരു ഡയറക്റ്റീവ് നോർ ദ കോമൺ മൊഡ്യൂൾ വാസ് ഇമ്പോർട്ടഡ്. ആക്ച്വലി നമുക്ക് ഈ കോമൺ മൊഡ്യൂളോ അതോ ng4 നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തില്ല. അതാണ് ഇവിടെ എറർ കാണിക്കുന്നത്. സോ നമ്മളൊരു മൊഡ്യൂൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് ആക്ച്വലി നമ്മൾ ആ മൊഡ്യൂളിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, നേരത്തെ നമുക്ക് ആപ്പ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ കോമ്പോണൻസിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ആപ്പ് കോമ്പോണന്റ് TS ഫയലിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു സാധനം കാണും. അതിനകത്താണ് നമ്മളിവിടെ മൊഡ്യൂളൊക്കെ എല്ലാം ഇമ്പോർട്ട് ചെയ്യണം. സോ ആ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ng4 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഇമ്പോർട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ റൂട്ടർ ഔട്ട്ലെറ്റ് മാറ്റിയിട്ട് കോമൺ മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, ഈ കോമൺ മൊഡ്യൂളിനകത്താണ് നമ്മുടെ ഈ ng4 ngif അതൊക്കെ എല്ലാം വരുന്നത്. സംഭവം എല്ലാം മെത്തേഡ്സ് കാണും. ഇനി അതല്ല, നിങ്ങൾക്ക് ng4 മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ng4 എന്ന് പറഞ്ഞൊരു മൊഡ്യൂളും ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ തൽക്കാലം ഇവിടെ കോമൺ മൊഡ്യൂൾ യൂസ് ചെയ്യാം. കാരണം നമുക്ക് ngifഉം ഫോർ ലൂപ്പും എല്ലാം നമ്മൾ യൂസ് ചെയ്യും. സോ കോമൺ മൊഡ്യൂളാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡ് അലോൺ ട്രൂ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോമ്പോണന്റ് ആക്ച്വലി സ്റ്റാൻഡ് അലോൺ മെത്തേഡാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡീഫോൾട്ട് ട്രൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ng എന്ന് പറഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ ലൂപ്പിനകത്ത് നമ്മൾ ഇവിടെ എന്താ വയ്ക്കുക, user.id -user. അതായത് നമ്മുടെ ഈ റെസ്പോൺസ് അറേ റെസ്പോൺസിനകത്ത് ഈ ഒബ്ജക്റ്റിനകത്ത് രണ്ട് ഫീൽഡാണ്, ID ഉണ്ട്, യൂസർ നെയിം ഉണ്ട്. ഓക്കെ, അത് നമ്മളിവിടെ യൂസർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്തിട്ട് മൊത്തത്തിൽ സേവ് ചെയ്യണം. സേവ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വന്നിട്ടുണ്ടോ നോക്കാം. യെസ്, അപ്പോൾ നമ്മുടെ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ. 1 എന്ന് പറയുന്ന ID-യും അർജുൻ എന്ന് പറയുന്നത് യൂസർ നെയിമാണ്. സോ നമ്മുടെ ഇവിടെ ലിസ്റ്റ് ഇവിടെ നമ്മൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ബ്രൗസറിനകത്ത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്.
ഇവിടെ നമ്മൾ സ്റ്റാർ NG4 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റാർ NG4 കൊടുക്കുന്നത് നമ്മൾ ആംഗുലർ 17 മുന്നെയാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ ആംഗുലറിനകത്ത് നമ്മൾക്ക് സ്റ്റാർ NG4 കൊടുക്കുന്നതിന് പകരം നമ്മളിവിടെ @4 എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, @4 ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് NG4ന്റെ ഓൾട്ടർനേറ്റീവ് ആണ് ഫോർ ലൂപ്പ് ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഐറ്റംസ് മാറ്റിയിട്ട് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഐറ്റംസ് മാറ്റിയിട്ട് ഇവിടെ യൂസേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ട്രാക്ക് എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്, അതായത് നമ്മുടെ ഓരോ ഐറ്റമിനും ഇവിടെ നമ്മുടെ ഇൻഡെക്സ് വെച്ചിട്ട് ഇവിടെ ട്രാക്ക് ചെയ്യും. ഇവിടെ വേണമെങ്കിൽ $ഇൻഡെക്സ് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസർ, അതായത് ഇവിടെ ഞാൻ ഐറ്റം മാറ്റിയിട്ട് യൂസർ എന്നാക്കാം. ഇവിടെ $ഇൻഡെക്സിന് പകരം, അതായത് ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നതിന് പകരം ഞാനിവിടെ ID വെച്ചിട്ട് ട്രാക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ NG4 എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയായിരിക്കും ലൂപ്പ് ചെയ്ത് വരുന്നത്. നമ്മളിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ മോഡേൺ ആംഗുലർ, അതായത് ആംഗുലർ 17 ശേഷം ആംഗുലർ 17 അതിൻ്റെ മുകളിലാണെങ്കിൽ ഇങ്ങനത്തെ മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർ NG4 വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഇവിടെ ഡേറ്റ ഇവിടെ നമ്മുടെ ബ്രൗസറിനകത്ത് ഫെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സ്റ്റൈൽ ചെയ്യിപ്പിക്കണം. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പ് വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്ത് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ,